ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതേ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയൊരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഒരു 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കനാണ്. ചിക്കൻ ഇപ്പോൾ അതേ മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളത്, ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഒരുപാട് ഇങ്ങനെ അരഞ്ഞു പോവരുത്, ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ബൈറ്റ് ചെയ്യാൻ കിട്ടണം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പൊട്ടറ്റോ ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ചൂടോടെ തന്നെ ഒന്ന് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ ഒട്ടും കട്ടില്ലാതെ നമുക്ക് ഉടച്ചെടുക്കാനായിട്ട് പറ്റും. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ അത്രയും പൊട്ടറ്റോ എടുത്തിട്ടില്ല. ഏകദേശം 1 കപ്പോളം ചിക്കൻ ഷെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പൊട്ടറ്റോ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഇച്ചിരി എരിവ് കുറവായി തോന്നിയതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തത്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബിസ്ക്കറ്റാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉപ്പുള്ള ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ഒട്ടും മധുരമൊന്നുമില്ലാത്ത ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്തേക്ക് നമുക്ക് ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിതിന് ഇതുപോലെ ചെറിയൊരു പോർഷൻ എടുത്തിട്ട് നമ്മളെടുക്കുന്ന ബിസ്ക്കറ്റിൻ്റെ അകത്തേക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേറെ ഒരു ബിസ്ക്കറ്റ് വെച്ചിട്ട് നമ്മൾ സാൻഡ്വിച്ചൊക്കെ പോലെ ബിസ്ക്കറ്റിനകത്ത് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. വേറൊരു ബിസ്ക്കറ്റ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഫില്ലിങ്ങിൻ്റെ പകരം നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുത്താലും മതി. 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയില ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് കൂട്ടിയിട്ട് ഒന്ന് സ്പൂണോ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് പതുക്കെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മളെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം കേട്ടോ. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബിസ്ക്കറ്റ് സാൻഡ്വിച്ച് പോലെ ആക്കിയതുണ്ടല്ലോ, അത് ഒന്ന് ഈ ഒരു എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. എന്നും നമ്മൾ കട്ട്ലേറ്റും അതുപോലെ സമൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണത്. അപ്പോൾ അതേ ഓരോന്നും നമുക്ക് ഈ ഒരു ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇടേണ്ട, കാരണം നമ്മൾ എഗ്ഗിലാണ് ഡിപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സൈഡ് ഓൾറെഡി ഇതിനകത്തുള്ള എല്ലാം കുക്ക്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു സൈഡ് ഒന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോൾ അതായത് ഇതുപോലെ ഒരു കളറിൽ വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് 2 സൈഡ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. നമുക്ക് തലേ ദിവസത്തെ കട്ട്ലറ്റിൻ്റെ മിക്സൊക്കെ ബാക്കിയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. വളരെ കുറച്ച് ക്വാണ്ടിറ്റി അതിൻ്റെ അകത്ത് ഫില്ലിങ് ആവശ്യമായിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഈ ഫില്ലിങ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ പൊട്ടറ്റോ ഒക്കെ ആഡ് ചെയ്യുമ്പോഴാണ് ഇതുപോലെ ഒരു ബൈൻഡിങ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് മൊത്തം ഈ ഒരു പാനിൽ നിന്ന് മാറ്റുകയാണ്. അപ്പോൾ അതേ പുറത്ത് ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ക്രിസ്പിനെസ്സും ഉള്ളിലത്തെ ആ ഒരു ഫില്ലിങ്ങും എല്ലാം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഒരു തവണ ഈ സ്നാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ നമ്മുടെ കമൻറ്റ് ബോക്സിലും കൂടെ ഒന്ന് എഴുതി അറിയിക്കാം. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.